എങ്ങനെ കണ്ടുപിടിക്കാം? A is equal to 5/3 into 10/11B minus 10. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ. സോ എനിക്ക് കിട്ടി A is equal to 5/3 into 10/11B minus 10. ഓക്കെ, ഇത് നമുക്ക് സിയുടെ കാര്യത്തിലേക്ക് വരാം. ഇത് നമുക്ക് സി ഇൻ ടേംസ് ഓഫ് ബി നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? 4/5C minus 20 is equal to 10/11B അല്ലേ? 10/11B എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 20നെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. സോ 4/5 C is equal to 10/11B മൈനസ് അല്ല പ്ലസ് 20 എന്ന് കിട്ടും. സോ C is equal to എന്താണ്? 5/4 into 10B/11 പ്ലസ് 20. സോ എനിക്ക് കിട്ടി C is equal to 5/4 10/11B പ്ലസ് 20. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, നമുക്ക് ഈ 3 വാല്യൂസും ആഡ് ചെയ്യാം അല്ലേ? എന് കിട്ടിയ എമൗണ്ട് ഇൻ ടേംസ് ഓഫ് ബിയിൽ ഞാൻ കണ്ടുപിടിച്ചു, സിക്ക് കിട്ടിയ എമൗണ്ട് ഇൻ ടേംസ് ഓഫ് ബിയിൽ ഞാൻ കണ്ടുപിടിച്ചു, ബിക്ക് കിട്ടിയ എമൗണ്ട് എന്താണ്? ബി ആണ്. സോ ഞാൻ ഇവരെ 3 പേരെ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവരെ ഉള്ളിലേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. നോക്കിക്കോളും, 5/3 ഉള്ളിലേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 50B/33 എന്ന് കിട്ടും, മൈനസ് 50/3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ആരുണ്ട്? ഇനി എനിക്കൊരു ബി ഉണ്ട്, ഞാൻ ആ ബി എഴുതി. പ്ലസ് ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50B/44 എന്ന് കിട്ടും, പ്ലസ് 100/4 എന്ന് കിട്ടും. ക്ലിയർ ആയോ? 100/4 എന്ന് കിട്ടും. ഞാൻ ഈ ബി ടേംസിനെയൊക്കെ ഒന്നിച്ച് എഴുതാൻ പോവാണ്, അല്ലാത്ത ടേംസിനെ ഒന്നിച്ച് എഴുതാൻ പോവാണ്. നോക്കിക്കോളൂ, 50B/33 പ്ലസ് ബി പ്ലസ് 50B/44. ഓക്കെ, ഇനി പ്ലസ് ഇസ് ഈക്വൽ ടു 410. 100/4 മൈനസ് 50/3 ഇസ് ഈക്വൽ ടു 410. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ഞാനിത് മായ്ക്കാം. യെസ്, നമുക്കിതാണല്ലോ ആവശ്യം. അപ്പോൾ ഇത് ഞാൻ മായ്ക്കുന്നില്ല, ഇങ്ങനെ റെഡ് ബോക്സിൽ ഞാൻ ഇടാം, കാരണം ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഇനി നോക്കിക്കോളൂ, ഇതിലത്തെ ഈ ഒരു